പെട്ടെന്ന് മനസ്സിലാകാൻ നിങ്ങളോടൊന്നുകൂടി പറയട്ടെ. ഈ റബീഉൽ അവ്വൽ മാസത്തിൽ നമ്മുടെ പള്ളികളിൽ 2 ഖുത്ബകൾ കഴിഞ്ഞു. എല്ലാവരുടെ പള്ളിയിലും 2 ഖുത്ബകൾ ഇപ്പൊ കഴിഞ്ഞു അല്ലേ? റബീഉൽ അവ്വൽ 2 ഖുത്ബകൾ, നാളെ 3ാമത്തെ ഖുത്ബ വരാനിരിക്കുന്നു. കേരളത്തിലെ മഹാഭൂരിപക്ഷം മുസ്ലിം പള്ളികളിലും മുജാഹിദുകളുടെയും ജമാഅത്തെ ഇസ്ലാമിക്കാരുടെയും ഒക്കെ നിയന്ത്രണത്തിലുള്ള പള്ളികളല്ലാത്ത മറ്റ് നമ്മുടെ സുന്നി സഹോദരന്മാരുടെ മഹാഭൂരിപക്ഷം പള്ളികളിലും പാരായണം ചെയ്യപ്പെടുന്ന ഒരു ഖുത്ബയുടെ ഏടുണ്ട്. ആ ഏട് ഏതാണ് നിങ്ങൾക്കറിയാമോ? ഹിജ്റ 355 മരണപ്പെട്ടു പോയ ഇബ്നു നുബാത്തത്തുൽ മിസ്രി എന്ന് പറയുന്ന ഈജിപ്തുകാരനായ ഇബ്നു നുബാത്ത എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു പണ്ഡിതന്റെ ജുമുഅ ഖുത്ബയുടെ ഏടാണ് നമ്മുടെ പള്ളികളിൽ ഉള്ളത്. അതാണ് ഇന്നും നമ്മുടെ ഉലമാക്കന്മാർ, ഖതീബുമാർ വെള്ളിയാഴ്ചകളിൽ ഖുത്ബയ്ക്ക് വേണ്ടി ഉപയോഗിക്കുന്നത്. ആ ഖുത്ബയിൽ ഒരു പ്രത്യേകതയുണ്ട്. ഓരോ മാസത്തിലും ആ മാസത്തിൽ ജനങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തേണ്ട കാര്യങ്ങളാണ് അതിൽ പരാമർശ വിഷയം. മനസ്സിലായില്ല? ദുൽഹജ്ജ് മാസം വരുമ്പോ ദുൽഹജ്ജ് മാസവുമായി ബന്ധപ്പെട്ട് മുസ്ലിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയുണ്ടോ അക്കാര്യങ്ങളാണ് ദുൽഹജ്ജ് മാസത്തിലെ ഖുത്ബയിലുള്ളത്. ഖുത്ബകളിലുള്ളത് 5 ഖുത്ബകൾ ഓരോ മാസത്തിലുണ്ട്. ആ 7 മുഹറം മാസം വരുമ്പോൾ മുഹറം മാസവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും അതിൻ്റെ പ്രത്യേകതകളും ആശൂറ താസുഅ നോമ്പുകളും അതിൻ്റെ പ്രാധാന്യവും മുഹറം മാസവുമായി ബന്ധപ്പെട്ട് മുസ്ലിം സമൂഹം മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യങ്ങളും അതിലുണ്ട്. ശവ്വാൽ മാസം വരുമ്പോൾ ശവ്വാൽ മാസത്തിലെ പ്രത്യേകതയും അതുമായി മുസ്ലിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യങ്ങളും ആ ഖുത്ബയുടെ ഏടിലുണ്ട്. അങ്ങനെ ഓരോ മാസം. റമദാൻ മാസം വരുമ്പോൾ റമദാൻ കാലത്ത് നമ്മൾ ജീവിതത്തിൽ പുലർത്തേണ്ട കാര്യങ്ങൾ, റമദാൻ മാസത്തിന്റെ പ്രത്യേകത, ഖുർആൻ അവതരിപ്പിക്കപ്പെട്ട മാസമാണ് എന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, ലൈലത്തുൽ ഖദറിന്റെ സവിശേഷത, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇതിലുള്ളത്. ശരി, ഇനി ഞാൻ പറയട്ടെ, റബീഉൽ അവ്വൽ മാസത്തിൽ എന്താണ് ആ ഖുത്ബയിൽ ഉണ്ടാകേണ്ടത്? റബീഉൽ അവ്വൽ മാസത്തിലെ 5 ഖുത്ബകൾ ഈ ഏടിലുണ്ട്. ആ 5 ഖുത്ബകളിൽ ഏതെങ്കിലും ഒരു ഖുത്ബയിലെങ്കിലും ഇത് റബീഉൽ അവ്വൽ മാസമാണ്, അല്ലാഹുവിന്റെ റസൂൽ ജനിച്ച മാസമാണ്, അതുകൊണ്ട് ഈ മാസത്തിൽ അല്ലാഹുവിന്റെ റസൂലിന്റെ ജന്മദിനം ആഘോഷിക്കുന്നത് പുണ്യമുള്ള കാര്യമാണ്, ആ ദിവസത്തിൽ ആ മാസത്തിൽ പ്രത്യേകമായ ഭക്ഷണം തയ്യാറാക്കിയിട്ട് റബീഉൽ അവ്വൽ നേർച്ച എന്ന പേരിൽ അല്ലാഹുവിന്റെ റസൂലിന്റെ പേരിൽ ഒരു നേർച്ച സംഘടിപ്പിക്കേണ്ടതുണ്ട്. അതിലേക്ക് ദാനധർമ്മങ്ങൾ ചെയ്യുന്നത് പുണ്യമുള്ള കാര്യമാണ്. മുസ്ലിം ഉമ്മത്ത് അതുമായി സഹകരിക്കേണ്ടതാണ്. അതുമായി സഹകരിക്കാത്തവരുടെ കാര്യം മഹാ അപകടമാണ്, വല്ലാത്ത പരിതാപകരമായ അവസ്ഥയാണ്, അവരുടെ കാര്യം സങ്കടകരമാണ് എന്ന ഒരു വരി പോലും അതിലില്ല. ആധികാരികമായിട്ടാണ് ഞാനിത് പറയുന്നത്, കൃത്യമായി പരിശോധിച്ചിട്ടാ പറയുന്നത്. 5 ഖുത്ബയിൽ 2 ഖുത്ബയല്ലേ കഴിഞ്ഞു പോയത്. ഈ 2 ഖുത്ബയിലുള്ള വിഷയം എന്താ അറിയോ? ഉത്തരവാദപ്പെട്ട ഉസ്താദുമാരോട് നിങ്ങൾ പോയി ചോദിച്ചോ, കഴിഞ്ഞ 2 ആഴ്ചകളിലും ഖുത്ബ നടത്തിയ ഈ ഏടെടുത്ത് വായിച്ച ഖുത്ബ എന്ന പേരിൽ നടത്തിയിട്ടുള്ള ആ പരിപാടി ഉണ്ടല്ലോ, ആ പരിപാടി നടത്തിയിട്ട് നമ്മളൊക്കെ കേട്ടിട്ടുണ്ട്, നാട്ടിലെ മഹല്ല ആളുകളൊക്കെ കേട്ടിട്ടുണ്ടാകും. മനസ്സിലായിട്ടില്ല എന്നൊരു താറാറ് മാത്രമേ സംഭവിച്ചിട്ടുള്ളൂ. ഏതായിരുന്നാലും നിങ്ങൾ പോയി ചോദിക്കുക, അന്വേഷിക്കുക. ഉസ്താദെ, നിങ്ങൾ നടത്തിയിട്ടുള്ള 2 ഖുത്ബകളുണ്ടല്ലോ, ആ 2 ഖുത്ബ എന്ന് പറയുന്നത് അതിൽ ഓരോ മാസത്തിലെയും ഖുത്ബകളിൽ മുസ്ലിങ്ങൾ മനസ്സിലാക്കിയിരിക്കുന്ന അനിവാര്യമായ കാര്യങ്ങളാണല്ലോ അതിൽ പരാമർശിക്കപ്പെടുന്നത്. ശരി, ഇക്കഴിഞ്ഞ ഈ മാസത്തിൽ നടത്തിയ ഇക്കഴിഞ്ഞ 2 ഖുത്ബകളിൽ റബീഉൽ അവ്വൽ മാസവുമായി ബന്ധപ്പെട്ട ഖുത്ബയുടെ അർത്ഥം ഒന്ന് പറഞ്ഞു തരാൻ പറ്റുമോ ചോദിച്ചോ നിങ്ങൾ? ഒന്ന് അന്വേഷിച്ചു നോക്ക്, എന്താണ് അതിലുള്ളതെന്നറിയോ? റബീഉൽ അവ്വൽ മാസത്തിന്റെ പ്രത്യേകതയായി പറയുന്നത് എന്താണെന്നറിയോ? അല്ലാഹുവിന്റെ റസൂൽ മരണപ്പെട്ട മാസമാണിത്. പ്രവാചക തിരുമേനി മരണപ്പെടുന്ന സമയത്ത് തൻ്റെ പുന്നാര മകൾ ഫാത്തിമ റളിയല്ലാഹു തആല അൻഹ അല്ലാഹുവിന്റെ റസൂലിന്റെ തലക്കരികിൽ ഇരിക്കുകയാണ്, പ്രവാചകന്റെ അടുത്തിരിക്കുന്നു. അതേപോലെ ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുമ ആ പേരക്കുട്ടികൾ ഇരിക്കുന്നുണ്ട്. അതേപോലെ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സ്വഹാബാക്രാമിൽപ്പെട്ട പല ആളുകളും അവിടെ ഇരിക്കുന്നുണ്ട്. അവരൊക്കെ വേദനയോട് കൂടി ഇരിക്കുകയാണ്. അല്ലാഹുവിന്റെ റസൂലിന്റെ പൊന്നാര മകൾ ഫാത്തിമ റളിയല്ലാഹു തആല അൻഹ പ്രവാചകന്റെ അടുത്തിരുന്നു കൊണ്ട് കരഞ്ഞുകൊണ്ടിരിക്കുന്നു. ഖുത്ബയിലുള്ള സംഗതിയാണ് ഈ പറഞ്ഞത്.
ഖുത്ബയിലുള്ള പരാമർശം ഞാനീ പറഞ്ഞു, നിങ്ങൾ മനസ്സിലാക്കണം. പ്രവാചകന്റെ അടുക്കൽ ഇരുന്ന് കരഞ്ഞുകൊണ്ടിരിക്കുന്നു. എന്താ കാരണം? അത്ര വലിയ ബന്ധമാണ് ഫാത്തിമ റളിയല്ലാഹു തആല അൻഹയും റസൂലുള്ളാഹിയും തമ്മിലുള്ളത്. എന്റെ കരളിന്റെ കഷ്ണമാണ് എന്നാണ് പ്രിയപ്പെട്ട പൊന്നഹാര മകളെ കുറിച്ച് അള്ളാഹുവിന്റെ റസൂൽ പറയാറുണ്ടായിരുന്നത്. വേദനിക്കൂലേ? വേദനിക്കൂലേ? ഫാത്തിമ റളിയല്ലാഹു തആല വരുമ്പോ അള്ളാഹു റസൂൽ എഴുന്നേറ്റ് നിന്നിട്ട് കൈ എടുത്തിട്ട് അവിടെ ഇരുത്തും. അറിയോ? അത്ര സ്നേഹമായിരുന്നു, അത്ര സ്നേഹമായിരുന്നു. തന്റെ പ്രിയപ്പെട്ട പിതാവിന്റെ മരണമാണ്, അവസാനത്തെ നിമിഷങ്ങളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. കരഞ്ഞുകൊണ്ടിരിക്കുന്ന ഫാത്തിമ റളിയല്ലാഹു തആല അൻഹയെ ഇങ്ങനെ പുറത്ത് തടവിക്കൊണ്ട് അള്ളാഹുവിന്റെ റസൂല് പറയുന്നു, എന്റെ പ്രിയപ്പെട്ട മോളെ, ഇന്നേക്ക് ശേഷം നിന്റെ വാപ്പാക്ക് വേദനിക്കേണ്ടി വരില്ല. ഈ സക്കറാത്തുൽ മൗത്തിന്റെ ഒരു വേദന മാത്രമേ ഉണ്ടാകൂ. ഇന്നേക്ക് ശേഷം വാപ്പാക്ക് വേദനിക്കേണ്ടി വരില്ല മോളെ എന്ന് പറഞ്ഞ് ഫാത്തിമ റളിയല്ലാഹു തആല അൻഹയെ സമാധാനിപ്പിക്കുന്ന രംഗം, അള്ളാഹുവിന്റെ റസൂലിന്റെ കൈകാലുകൾ നീളുകയും വലിയുകയും ചെയ്യുന്ന രംഗം, ഇതാണ് കഴിഞ്ഞ ആഴ്ചത്തെ ഖുത്ബയിൽ നിങ്ങൾ കേട്ടത്. അറിയോ? കഴിഞ്ഞ ആഴ്ചത്തെ ഖുത്ബ ഞാൻ ഈ പറഞ്ഞു, പരിശോധിച്ചു നോക്ക്. ജമാഅത്തി ഖുത്ബയുടെ 7 നിങ്ങൾ ഉസ്താദുമാരോട് പോയി ചോദിച്ചിരുന്ന് വായിച്ചു നോക്ക്. ഒന്നാമത്തെ ഖുത്ബയിൽ പറഞ്ഞ ആയത്ത്, വമാ ജഅൽനാ ലി ബശരിൻ മിൻ ഖബ്ലികൽ ഖുൽദ അഫഇൻ മിത്ത ഫഹുമുൽ ഖാലിദൂൻ കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത് വനബ്ലൂകും ബിശ്ശർരി വൽ ഖൈരി ഫിത്ന വഇലൈനാ തുർജഊൻ. അല്ലാഹുവിന്റെ റസൂലിന്റെ മരണത്തെ പറ്റിയൊക്കെ പറഞ്ഞിട്ട് ഒന്നാമത്തെ ഖുത്ബയിൽ തന്നെ പറഞ്ഞ ആയത്ത് ഏതാണെന്നറിയോ? ഓരോ ആയത്തൊരു പ്രമേയമാക്കി എടുത്തിട്ടാണ് ആ ഖുത്ബന്റെ 7 ഒക്കെ മരണവുമായി ബന്ധപ്പെടുത്തിയിട്ടാണ്. നിനക്ക് മുമ്പ് ഏതെങ്കിലും ഒരു മനുഷ്യന് ഈ ഭൂമുഖത്ത് ശാശ്വതമായ ജീവിതം നമ്മൾ നൽകിയിട്ടില്ല. എന്നിട്ട് റസൂലെ അങ്ങ് മരണപ്പെടുകയും ഫഹുമുൽ ഖാലിദൂൻ, മറ്റുള്ളവരെല്ലാം ഇവിടെ സ്ഥിരമായി വസിക്കുകയും ചെയ്യുമോ? ഉണ്ടാവില്ല. താങ്കളും മരണപ്പെടും, മറ്റുള്ളവരാളുകളും മരണപ്പെടും. കുല്ലു നഫ്സിൻ ദായിഖത്തുൽ മൗത്ത്, എല്ലാവരും മരണം ആസ്വദിക്കും. വനബ്ലൂകും ബിശ്ശർരി വൽ ഖൈരി ഫിത്ന വഇലൈനാ തുർജഊൻ. നന്മ കൊണ്ടും തിന്മ കൊണ്ടും നിങ്ങളെ നമ്മൾ പരീക്ഷിക്കും. വഇലൈനാ തുർജഊൻ, നിങ്ങൾ നമ്മുടെ അടുക്കലേക്ക് മടക്കപ്പെടും. ഒന്നാമത്തെ വെള്ളിയാഴ്ച റബീഉൽ അവ്വൽ, ഒന്നാമത്തെ വെള്ളിയാഴ്ച റസൂലുള്ളാഹിന്റെ മരണത്തെ പറ്റിയൊക്കെ പറഞ്ഞിട്ട് ഈ ആയത്ത് അടിസ്ഥാനമാക്കിയിട്ടാ ആ ഖുത്ബ അവസാനിപ്പിക്കുന്നത്. കഴിഞ്ഞ ആഴ്ചയിലെ ഖുത്ബയാ ഞാൻ ഈ നേരത്തെ പറഞ്ഞത്. റസൂലുള്ളാഹിന്റെ മരണരംഗം നമ്മുടെ മനസ്സിനെ പിടിച്ചു കുലുക്കുന്ന വിധത്തിൽ, ഏതൊരു വിശ്വാസിയുടെയും മനസ്സ് നീറിപ്പുകയുന്ന വിധത്തിൽ, കണ്ണിൽ നിന്ന് കണ്ണീർ കണങ്ങൾ ചാലിട്ടെടുക്കാവുന്ന വിധത്തിൽ ഇബ്നുൽ ബാത്തത്തുൽ മിസ്രി എന്ന് പറയുന്ന മഹാനായ പണ്ഡിതൻ അദ്ദേഹത്തിന്റെ ഖുത്ബയുടെ 7 അത് ആ വളരെ സുന്ദരമായ ശൈലിയിൽ, ഹൃദയത്തിൽ വേദന തോന്നിക്കുന്ന ശൈലിയിൽ, അറബിയിലെ സാഹിത്യപൂർണമായ ശൈലിയിൽ അദ്ദേഹം വിവരിച്ചിരിക്കുന്നു. ഇതിലൊന്നും എവിടെ ഒരു വാക്ക് ഇത് റസൂലുള്ളാഹി ജനിച്ച മാസമാണ് ഇല്ല. രണ്ടാമത്തെ ഖുത്ബയിൽ കേട്ട ആയത്ത് ഏതാണെന്നറിയോ? കഴിഞ്ഞ ആഴ്ച നിങ്ങൾ കേട്ടോന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഇന്നക മയ്യിതുൻ വ ഇന്നഹും മയ്യിതൂൻ. പ്രവാചകരെ അങ്ങ് മരണപ്പെടും, താങ്കൾ മയ്യിത്തായി പോകും. വ ഇന്നഹും മയ്യിതൂൻ, അവരെല്ലാവരും മനുഷ്യരെല്ലാവരും മരണപ്പെട്ടു പോകുന്നവരാണ്. സുമ്മ ഇന്നക്കും യൗമൽ ഖിയാമത്തി ഇൻദ റബ്ബിക്കും തഖ്തസിമൂൻ. ഖിയാമത്ത് നാളിൽ നിങ്ങളെല്ലാവരും റബ്ബിന്റെ അടുക്കൽ വഴക്കടിക്കുന്നതാകുന്നു. തർക്കിച്ചുകൊണ്ടിരിക്കുന്ന. അപ്പോ അള്ളാഹുവിന്റെ റസൂലിനോട് ഇന്നക മയ്യിത്തുൻ വ ഇന്നഹും മയ്യിതൂൻ എന്ന് പറയാൻ ഇനി ബാക്കി 3 ആഴ്ചത്തെ ഖുത്ബയിലുണ്ട്. 3 ആഴ്ച കിട്ടുകയാണെങ്കിൽ 3 ആഴ്ചത്തെ ഖുത്ബ ഉണ്ട്, ഇല്ലെങ്കിൽ 2 ആഴ്ച ഉണ്ടാകും. അതിലെവിടെങ്കിലും ഉണ്ടോ? ഒന്ന് പരിശോധിച്ചു നോക്കി. കഴിഞ്ഞ 2 ഇനി 3 ഖുത്ബകൾ. ആ 3 ഖുത്ബകളും മരണവുമായി ബന്ധപ്പെട്ട വിഷയം മാത്രമാണ് ചർച്ച ചെയ്യുന്നത്. മനസ്സിലായില്ലേ? പിന്നെ എവിടുന്ന് അത് കിട്ടി? ഞാൻ പറയുന്നത് ആ ഖുത്ബയെങ്ങാനും കേരളത്തിലെ മുസ്ലിങ്ങൾക്ക് മനസ്സിലായിരുന്നെങ്കിൽ ഒരൊറ്റ ചെമ്പും അള്ളാഹുവിന്റെ റസൂലിന്റെ പേരിൽ, നേർച്ചയുടെ പേരിൽ അടുപ്പത്ത് വെക്കപ്പെടുമായിരുന്നില്ല. ഇവിടെ ഒരു ദഫ് മുട്ടിയിട്ടും പ്രകടനം നടക്കുമായിരുന്നില്ല, ഘോഷയാത്രകൾ സംഘടിപ്പിക്കുമായിരുന്നില്ല. ഒരു ആഘോഷവും അള്ളാഹുവിന്റെ റസൂലിന്റെ ഈ മരണ ദിവസവും റസൂലുള്ള മരണപ്പെട്ട മാസവും മുസ്ലിം ഉമ്മത്ത് സംഘടിപ്പിക്കുമായിരുന്നില്ല. ഞാൻ ചോദിക്കട്ടെ, നമുക്കൊരു കുട്ടി ജനിച്ചാൽ സന്തോഷം ഉണ്ടാവും അല്ലേ? കുട്ടി ജനിച്ചാൽ സ്വാഭാവികമായിട്ട് സന്തോഷം ഉണ്ടാവും. ആ കുട്ടി മരണപ്പെട്ടാലോ ദുഃഖം ഉണ്ടാകും അല്ലേ? കുട്ടി ജനിച്ചപ്പോൾ ഉണ്ടായ സന്തോഷമാണോ, കുട്ടി മരണപ്പെട്ടപ്പോൾ ഉണ്ടായ ദുഃഖമാണോ വലുത്? ഏതാണ് നമ്മുടെ? അതൊന്ന് പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ ഏതാ വലുത്? ഏതൊരു ബുദ്ധിയുള്ള മനുഷ്യനും
ആ മരണമാണ് സഹിക്കാൻ കഴിയാതിരിക്കുക. അല്ലേ? ആ മരണമാണ് സഹിക്കാൻ കഴിയാതിരിക്കുക. അള്ളാഹുവിന്റെ റസൂൽ മരണപ്പെട്ട ദിവസമേത് എന്ന് കേരളത്തിലെ മുസ്ലിങ്ങളോട് ചോദിച്ചു നോക്ക്, അറിയില്ല. നബാത്തിയ ഖുത്ബ പതിറ്റാണ്ടുകളായി കേട്ട് വന്നിട്ട് പോലും അറിയില്ല. അള്ളാഹിന്റെ റസൂൽ മരണപ്പെട്ട മാസം ഏതാണ് എന്ന് ചോദിച്ചാൽ മുസ്ലിം ഉമ്മത്തിന് ഇതിനെപ്പറ്റി ധാരണയില്ല. അള്ളാഹിന്റെ റസൂൽ ജനിച്ച മാസം ഏതാണ്? എല്ലാവരും ഒറ്റക്കെട്ടായി പറയും റബീഉൽ അവ്വൽ മാസം. അള്ളാഹുവിന്റെ റസൂൽ ജനിച്ച ദിവസം ഏതാണ്? എല്ലാവരും ഐക്യകണ്ഠേന പറയും റബീഉൽ അവ്വൽ 12. ശരിയല്ല, അത് ഐക്യകണ്ഠേന പറയാൻ പറ്റിയതല്ല. റസൂലുള്ള ജനിച്ച ദിവസത്തെ പറ്റി ഒരുപാട് അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. 17-നാണെന്ന് അഭിപ്രായമുണ്ട്, 18-നാണെന്ന് അഭിപ്രായമുണ്ട്. അതൊക്കെ നമ്മുടെ സുന്നി പ്രസിദ്ധീകരണങ്ങൾ തന്നെ വന്നതാ. 10-നാണെന്ന് അഭിപ്രായമുണ്ട്, 12-നാണെന്ന് അഭിപ്രായമുണ്ട്, പല ജാതി അഭിപ്രായങ്ങൾ ആ വിഷയത്തിൽ വന്നിട്ടുണ്ട്. അള്ളാഹുവിന്റെ റസൂൽ മരണപ്പെട്ട ദിവസത്തെ കുറിച്ച് അഭിപ്രായ വ്യത്യാസങ്ങളില്ലാതെ റബീഉൽ അവ്വൽ 12-നാണ്. മനസ്സിലായോ? അപ്പൊ ഏത് ദിവസം നമ്മൾ ആഘോഷം സംഘടിപ്പിച്ചത്? നമ്മുടെ ബാപ്പ മരിച്ചു കിടക്കുമ്പോ ദപ്പ് കിട്ടുവോ? ബാപ്പ മരണപ്പെട്ട ആണ്ട് കഴിക്കോലോ നമ്മളെ, അല്ലേ? എന്റെ നാട്ടിലൊക്കെ പരിപാടി ഉണ്ട്, ഇസ്ലാമിലില്ലെങ്കിലും നാട്ടിലുണ്ട്. നാട്ടാചാരം നില കൊണ്ടെടുക്കുന്നുണ്ട്. ആണ്ട് കഴിക്കുമ്പോൾ ദപ്പ് കൂട്ടിയിട്ടാണോ ആണ്ട് കഴിക്കാറുള്ളത്? ആണോ? വീടുകളൊക്കെ അലങ്കരിക്കുമോ? പാപ്പാന്റെ മരണ ദിവസമാണ്, പാപ്പ മരിച്ച മാസമാണ്. ഉണ്ടാവുമോ സഹോദരങ്ങളെ? ഇല്ലല്ലോ, ഉണ്ടാവില്ല. എന്താ ആഘോഷം ആയതുകൊണ്ടല്ലേ. എന്നിട്ട് നാടൊട്ടാകെ പോസ്റ്റർ ഇറക്കിയില്ലേ, മുജാഹിദുകൾക്ക് റബീഉൽ അവ്വൽ 12 കരിദിനം. മുജാഹിദുകൾക്ക് റബീഉൽ അവ്വൽ 12 കരിദിനം, ദുഃഖദിനം അല്ലേ? ദുഃഖദിനം തന്നെയല്ലേ അത്? റബീഉൽ അവ്വൽ 12 അള്ളാഹുവിന്റെ റസൂൽ മരണപ്പെട്ട ദിവസമല്ലേ അത്? അഭിപ്രായ വ്യത്യാസമില്ലാത്ത ദിവസമല്ലേ അത്? അല്ലേ? എന്താ സംശയം? അത് വലിയ ഭയങ്കര സംഭവമായിട്ട് ആളുകളുടെ ഇടയിൽ അവതരിപ്പിക്കുന്ന ഒരു രീതിയാണ് ഞാൻ പറയുന്നത്, അല്ലേ? അപ്പൊ എവിടേക്കാ എത്തിയത്? അപ്പൊ ഇതൊന്നും ആളുകൾ എന്താ സംഭവം അറിയുന്നത്? ഈ പറഞ്ഞ സംഗതികളൊന്നും വസ്തുതകൾ മനസ്സിലാക്കാതെ പോയത് കൊണ്ടാണ്. അപ്പൊ റസൂലുള്ളാഹിനോടുള്ള സ്നേഹത്തിന്റെ പേരിലാണ് ചെയ്യുന്നത്. റസൂലുള്ളാഹിനോടുള്ള സ്നേഹത്തിന്റെ പേരിൽ തന്നെയാകണം ഈ മുടി ആരാധിക്കുന്നത്. നീ മുടിയെ പ്രാർത്ഥിക്കാനും ബർക്കത്തെടുക്കാൻ വേണ്ടി പോകുന്നതും ഒക്കെ ഇതിന്റെ ഭാഗമായിരിക്കും. തീർച്ചയല്ലേ? പക്ഷെ ഇങ്ങനെ മാതൃക വേണ്ട. ഇസ്ലാമിൽ ഇങ്ങനെ ഒരു കാര്യം നമ്മൾ ചെയ്യുമ്പോൾ കൃത്യമായ മാതൃക വേണം സഹോദരന്മാർ. ഏതൊരു വിഷയത്തിനാണെങ്കിലും ശരി, അതാണ് നമ്മൾ പറയുന്നത്.